ഞാൻ 2 പെണ്ണും ഒരു ആണുമായിട്ട് ഫോർഗാനിൽ കയറുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഇതാണ്, ഞാൻ ചെയ്യില്ല. നമ്മൾ ചെയ്യണത് ഇതിനെ മറ്റുള്ള പെണ്ണ് കാണണം, അതിൻ്റെ ആവശ്യമില്ല. ഒരാണും ഒരു പെണ്ണും അത് നമ്മൾ രണ്ടുപേരും കഴിഞ്ഞു, തീർന്നു. മറ്റൊരു പെണ്ണിനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പൈസയ്ക്ക് എല്ലാ പെണ്ണുകളും എന്തും ചെയ്യും, ഞാൻ അങ്ങനെയല്ല. ചട്ടി വടിക്കും പോലിരിക്കും പെണ്ണും. ഞാൻ ടോയ് യൂസാക്കും. നീ ടോയ് യൂസാക്കിക്കോ, എനിക്കിപ്പോൾ ടോയുടെ ആവശ്യമില്ല മോനെ. എനിക്കിഷ്ടംപോലെ ആളുകളെ കിട്ടും ദുബായിൽ, ഒറിജിനലും ഫ്രഷ് സാധനങ്ങൾ കിട്ടും. പിന്നെ എനിക്ക് എന്തിനാണ് ടോയ് ഒക്കെ ഉപയോഗിക്കേണ്ട ആവശ്യം? അത്ര ഗതികെട്ടിട്ട് ഞാൻ നിന്നിട്ടില്ല. അത്ര കാമം മുട്ടി നിൽക്കുകയല്ല. വല്ല പടവലക്കും ക്യാരറ്റും പഴവും ടോയൊക്കെ കയറ്റാൻ, പ്ലാസ്റ്റിക് കയറ്റാൻ മുട്ടി നിൽക്കുന്നില്ല മോനെ, കേട്ടോ. എനിക്കിഷ്ടമാണ് ബി ചേച്ചിയോട് ചെയ്യാൻ, സത്യം വേണ്ടത്. ശരിയാ, അത്ര ഗതികെട്ട് നിൽക്കുവാണോ ജോസഫ്? ഞാൻ വൈബ്രേഷൻ യൂസ് ആക്കാം ചേച്ചിക്ക്. ഞാൻ അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് വൈബ്രേഷൻ യൂസ് ആക്കണ്ട, വൈബ്രേഷൻ എനിക്ക് വേണ്ട. എനിക്കിവിടെ നല്ല ഒന്നാമത് സാധനം കിട്ടൂടാ ആണുങ്ങളുടെ, പിന്നെ എന്തിന് വൈബ്രേഷൻ? അതിലൊന്നും കാര്യമില്ലല്ലോ. ഒറിജിനൽ കയറ്റി ആ ഇറച്ചിത്തോടെ അവിടെ നിന്ന് മാംസത്തിൻ്റെ ശരീരം കൊണ്ട് നമ്മൾ കയറ്റണം, അതാണ് സുഖം. ഒരു പെണ്ണിൻ്റെ അവയവത്തിൽ ഒറിജിനൽ സ്ഥാനം, അതായത് ശരിക്കും ശരീരത്തിൻ്റെ ഒരു അവയവം കയറ്റുന്ന ഫീല് ഒരു കയറ്റം ഉണ്ടാവില്ല. ഓക്കെ, അത് വെറും പ്ലാസ്റ്റിക്. ചിലപ്പോൾ ഇതിൽ വൈബ്രേഷൻ കറണ്ട് കുത്തുന്നതൊക്കെ ആയിരിക്കും, അതിൽ സുഖം കിട്ടുമോ? ഒറിജിനൽ ഫ്രഷ് നമ്മുടെ ഒരു ഇറച്ചിയുടെ ചോള, അതായത് ഒരു മാംസം നമ്മുടെ ശരീരത്തിൽ അവയവം കയറ്റുന്ന സുഖം എന്തായാലും ഒരു ഇതിന് കിട്ടത്തില്ല. ഓക്കെ, അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്ത് ആണായാലും ഇഷ്ടപ്പെടുന്ന ആളാണ് ചേച്ചി ഓപ്പണായി പറഞ്ഞു. ബിജി അത് നിന്റെ അമ്മയെ പോയി വിളി, ബ്ലോക്ക് അടിച്ചോ. കുനിഞ്ഞിരുന്ന് ബ്ലോക്ക് ഇത്ര നേരം ഞാൻ സഹിച്ചു. ബ്ലോക്ക് അടിക്കും ചേച്ചിയെ, അവൻ ലെസ്ബിയനാണെന്ന് പോലും പറഞ്ഞ് കുരുകുരാന്ന് പൊട്ടിക്കുന്നു. ഇറങ്ങിപ്പോയി ബ്ലോക്ക് അടിക്കൂ ചേച്ചി. അവന് ഫുള്ളും ബാക്കാവില്ല, ബ്ലോക്ക് അടിക്കും. നീ നിന്റെ തള്ളയുടെ കാല് കവച്ചിട്ട് അതുമ്പോ കയറ്റി കൊടുക്കേ സാധനം നിന്റെ. അതിന് നിനക്ക് സാധനം ഉണ്ടാ? നീ നിന്റെ അമ്മയെ ചെയ്യുന്നവനല്ലേ, ഇറങ്ങിപ്പോടൂ. അടിപൊളി. ആര്? ഞാൻ പറഞ്ഞു ശരിയല്ലേ? ബ്ലോക്ക് അടിച്ച അപ്പു ബ്ലോക്ക് അടിച്ചു. അവൻ വെറുതെയാണ്. ചേച്ചി റൂം കണ്ടില്ല. അവനോട് ലെസ്മിനൊക്കെ ചോദിച്ച് അവന് കൊടുക്കാത്ത ഉത്തരം കൊടുക്കണം. അവന് തെറി വിളിച്ചു, അവന് ബ്ലോക്ക് അടിച്ചു. അപ്പു ബ്ലോക്ക് അടിച്ചു. നന്നായി. നിസാറ് കളിക്കാൻ വരാറില്ലേ? എടോ എനിക്ക് കണ്ണി കാണാനുള്ള കളിക്കാൻ മുട്ടി നിൽക്കല്ലേ, അത്ര കാമം മൂത്തെടുക്കല്ലേ. ഞാൻ മാസത്തിൽ എല്ലാ മാസത്തിലും ഒരു വട്ടം നന്നായിട്ട് കളിക്കുന്നുണ്ട്, അത് മതി. രണ്ടാളും ഒരു പെണ്ണും അയൽ പൊളിക്കുമോ? രണ്ടാണും ഒരു പെണ്ണും അത് ഞാൻ ചെയ്തിട്ടുണ്ട്. രണ്ടാണും ഒരു പെണ്ണും അല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ചെയ്യും. അല്ലാണ്ട് 2 പെണ്ണും ഒരാണും ചെയ്യില്ല, എനിക്കിഷ്ടമല്ല. 2 ആണും ഒരു പെണ്ണും അതെനിക്കിഷ്ടം, ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പൊളി. അല്ലാതെ 2 പെണ്ണും ഒരാണും എനിക്ക് ഇവിടെ താല്പര്യമില്ല. അത് പൊളിക്കുക, അത് പൊളിക്കും. അയ്യോ ഇത് കാല്, അത് പൊളിയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ച് എനിക്കിഷ്ടമല്ല. അങ്ങ് പറഞ്ഞു കൊടുക്കും, പിള്ളേർക്ക് അറിയില്ല. ശരിക്കും സൂഹിക്കാം, പിന്നെ അല്ല. കൊച്ചു തമ്പുരാൻ ചേട്ടാ, ശരിക്കും സൂഹിക്കണം. എന്തായാലും ബിജി പൊളിയാണ്. ആ വിളിക്കുന്നവന് ഫോൺ റിപ്ലൈ കൊടുക്കുക. വാട്സപ്പ് കോളാ, ഞാൻ എടുക്കില്ല. പൊളിയാണ് അത്. 2 പെണ്ണും ഒരാണും പൊളി. എനിക്ക് 2 പെണ്ണും ഒരാണും കൊള്ളൂല. അതിന് ഞാൻ പറഞ്ഞുതരാം. 2 പെണ്ണ്, ഇപ്പം ഞാനും വേറൊരാളും ഞാൻ ചെയ്യാതെ സൂചിപ്പിക്കുക. എനിക്ക് ചെയ്യാതെ സൂചിപ്പിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഒരു പെണ്ണിന് മുന്നിൽ ഒന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, എനിക്കിഷ്ടമല്ല. കാരണം ആ ലേഡി നമ്മൾ നോക്കുമ്പം നമ്മൾ നാളെ ഇതാക്കേണ്ടവരല്ലേ. അതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ ചെയ്യണം, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മറ്റുള്ള പെണ്ണുങ്ങൾ എന്തിനാ അറിയിക്കണം? അവർ നാളെ അത് വേറൊരാളോട് പറയും, വിജി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ചേച്ചി എന്നൊക്കെ പറയും. അതിൻ്റെ ആവശ്യമില്ലല്ലോ, എനിക്കിഷ്ടമല്ല. പൊളിയാണ് അത്. 2 പെണ്ണും ഒരാണും പൊളി. അതെനിക്കറിയില്ല, ഞാൻ ഒരിക്കൽ ചെയ്തു, ഒരിക്കൽ.
എനിക്ക് അല്ലേ, കാരണം ഇപ്പം ഒരാണ് ഇപ്പം ജയാറല്ലേ ഇപ്പം ജയാറ് പൈസ മുടക്കി 2 പെണ്ണം പറഞ്ഞു. പക്ഷെ അത് ജയാറിന് കിട്ടുന്ന സുഖം കിട്ടില്ല. കാരണം നമ്മൾ പൈസ കൊടുത്ത് വെറുതെ പോകണം. മറ്റൊരു പെണ്ണിന്റെ മുന്നിൽ ഒരു പെണ്ണ് ഒന്നും ചെയ്യില്ല. ഞാൻ ഒട്ടും ചെയ്യില്ല. ഞാൻ ഡ്രസ്സ് പോലും ഊരില്ല. നമ്മൾ മടിച്ചു നിൽക്കും. എനിക്ക് ഇഷ്ടമല്ല അത്. എൻ്റെ ശരീരഭാഗങ്ങൾ മറ്റൊരു ലേഡി കാണുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഭയങ്കര വാശിയുള്ള ആളാണ്. ഞാൻ ഒരു വട്ടം എടുത്തിട്ടുള്ളൂ. 2 ആണും 2 പെണ്ണും ഒരാണും. പക്ഷെ അതിന് ശേഷം ഞാൻ എടുക്കാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫോർ ഹാൻഡ്. ഞാൻ കയറില്ല. നമ്മുടെ വികാരങ്ങൾ നമ്മൾ തന്നെ മറ്റുള്ള പെണ്ണിനെ കാണിച്ചു കൊടുക്കണം. എന്തിനു കാണിക്കണം? അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. നമ്മുടെ വികാരങ്ങൾ ഒരാണ് മാത്രം കണ്ടാൽ പോരെ, എന്തിനു വേറൊരു പെണ്ണിനെ കാണിച്ചു കൊടുക്കണം? ഹലോ, ഹായ്. 2 ആണും ഒരു പെണ്ണും ഓക്കെ. നമ്മളെയും കൂടി ഒന്ന് പരിഗണിക്കും. ഞാൻ എല്ലാവരും പരിഗണിക്കുന്നുണ്ട് കേട്ടാ. ഒരു മിനിറ്റ്, വോട്ടിങ് കൂടാണല്ലോ. ഹലോ യെസ്. അതെ, നിങ്ങളോട് ആരാ ബോട്ടിങ് വിളിക്കാൻ പറഞ്ഞ? എന്താണ്? ഹലോ, സാധാ കോള് വിളിച്ചാൽ മതി. ഞാൻ ബോട്ടിങ് എടുത്താൽ നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ടൊന്നതാണ്. നിങ്ങൾ പൈസ മണിക്കിട്ട് നിങ്ങൾ വിളിക്കുക. നോർമൽ കോൾ. ഓക്കെ, ഈ മെയിൽ ബോട്ടിങ് കോള് വിളിച്ചു പോയത്. ബോട്ടിങ് മണിസ്ഥലക്കം പോവച്ചി കസ്റ്റമേഴ്സ് എല്ലാം ബോട്ടിമിൽ അങ്ങനെ പൈസ മുടക്കാണ്ട് സൂചിച്ച് വിളിക്കേണ്ട. ഞാൻ ബോട്ടിയും ഡൗൺലോഡ് ചെയ്തത് എൻ്റെ മക്കളെ വിളിക്കാനാണ്, വിളിക്കാനുള്ളതല്ല. പൈസ മുടക്കിയിട്ട് നോർമൽ കോൾ വിളിക്കും. പൈസ പോട്ട് ബോട്ടിങ് കോൾ വിളിച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഞാൻ ബ്ലോക്ക് അടിച്ചോളൂ. നോർമൽ കോൾ വിളിച്ചോ, സംസാരിച്ചോ. എനിക്ക് 3 മക്കളുണ്ട് കേട്ടോ. 2 ആണും ഒരു പെണ്ണും. ഫുഡ്സ് മാറി. ഹോം സർവീസ് ഉണ്ടാ? സോറി, എനിക്ക് എന്നോട് താല്പര്യമില്ല. ഓക്കെ, ഞാനത് എടുക്കാറുമില്ല. ഔട്ട് സൈഡ് ഉണ്ട്, ഔട്ട് സൈഡ് എടുക്കും. നല്ല പക്ഷെ എടുക്കുമ്പോൾ നല്ല ഹോട്ടൽ എടുക്കണം. വൃത്തിയുടെ ഹോട്ടലിലേക്ക് ബിജി വരത്തില്ല. റൂം സെറ്റാക്കിയല്ലോ, അടിപൊളി. അടിപൊളി. ഒരു ചൂർട്ടൻ കൂടി ലിറ്റ് സെറ്റ് എന്ന് കർട്ടൻ